പ്രണയവിവാഹത്തിലൂടെയായി ഒന്നായവരാണ് എലീന പടിക്കലും രോഹിത്തും. ബിഗ് ബോസിൽ മത്സരിച്ചപ്പോഴായിരുന്നു തന്റെ പ്രണയം എലീന പരസ്യമാക്കുന്നത്. വീട്ടിൽ എതിർപ്പുകളുണ്ടെന്നും അവർ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ ഒന്നിക്കുള്ളൂ എന്നും അവർ പറഞ്ഞിരുന്നു. മതമായിരുന്നു പ്രശ്നമായത്. മകളുടെ തീരുമാനം നടത്തിക്കൊടുക്കുകയായിരുന്നു മാതാപിതാക്കൾ. എൻഗേജ്മെന്റും വിവാഹവും യാത്രകളും മറ്റ് വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയായി എലീന പങ്കുവയ്ക്കാറുണ്ട്. കല്യാണ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള കാര്യങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. റെഡ് കാർപ്പറ്റിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു താരം വിശേഷങ്ങൾ പങ്കുവച്ചത്. പെട്ടെന്ന് സങ്കടമൊക്കെ വരുന്ന പ്രകൃതമാണ്. എന്നെക്കാളും മുതിർന്നവർ ഒരു കാര്യവുമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നല്ല ദേഷ്യം തോന്നാറുണ്ട്. എന്നാൽ തിരിച്ച് അവരോടൊന്നും പറയാനും പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കരഞ്ഞ ദേഷ്യം തീർക്കും. അപ്പൻ നല്ല ക്ഷമാശീലനാണ്, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ നല്ല മാനേജറാണ്, കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യും, അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കൂളായിട്ടുള്ളവരാണ് അപ്പനും അമ്മയും. അവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. ഇതുപോലൊരു പങ്കാളിയെ എനിക്കൊരിക്കലും കിട്ടില്ല. എന്നാലും എങ്ങനെയൊക്കെയോ രോഹിതുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്നുമായിരുന്നു എലീന പറഞ്ഞത്. ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യും, അധികം കഴിക്കില്ല എന്നായിരുന്നു എലീന പറഞ്ഞത്. അപ്പോഴാണ് കല്യാണ ദിവസത്തെ കാര്യത്തെക്കുറിച്ച് സ്വാസിക ചോദിച്ചത്. എലീന സദ്യ കഴിക്കുന്നത് കാണേണ്ടത് തന്നെയായിരുന്നു. സാമ്പാറൊക്കെ കൂട്ടി ചോറ് കുഴച്ചു വിഴുങ്ങുകയായിരുന്നു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ സദ്യ കഴിക്കുകയായിരുന്നു എലീന. അയ്യോ, അത് പറയാനിരിക്കുകയാണ് ഭേദം. രാവിലെ മുതൽ ഒന്നും കഴിച്ചിരുന്നില്ല. മേക്കപ്പിന് ഇറങ്ങും മുൻപേ ഫുഡ് കഴിച്ചേ ഇറങ്ങാവൂ. അല്ലെങ്കിൽ ഈ ഫംഗ്ഷനും ഫോട്ടോഷൂട്ടുമൊക്കെ കഴിഞ്ഞ് അവസാനമേ കഴിക്കാൻ പറ്റൂ. 1:30 ആവുമ്പോൾ വീട്ടിൽ കയറാനുള്ള മുഹൂർത്തമാണ്. 1:15 എന്നോട് സാരി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇനിയും കഴിക്കാതെ പിടിച്ചു നിന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത്. സ്പീഡിൽ കഴിക്കുന്നതിനിടെ ഒരു ഉരുള രോഹിത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടാ, ആകെ ഇത്തിരിയേ ഉള്ളൂ, ഇത് എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്നാണ് പറഞ്ഞതെന്നും എലീന വിശദീകരിക്കുന്നു. മിക്കവാറും കല്യാണങ്ങളിൽ അതിരാവിലെ തന്നെ മേക്കപ്പ് തുടങ്ങും. അതിനു മുൻപ് എന്തെങ്കിലും കഴിച്ചു വേണം തുടങ്ങാൻ. അമ്മമാർ എന്തായാലും ഇത്ര ശ്രദ്ധിക്കണം. ഒരു ഷെയ്ക്കെങ്കിലും കൊടുക്കണം. പട്ടിണിയായി വിശന്നു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കല്യാണം കഴിക്കുന്നത് വരെ നമ്മൾ ഇതൊന്നും അറിയില്ല. ഒരു ഫാന്റസിയാണല്ലോ. പ്രേമിച്ച ആളെ കല്യാണം കഴിക്കുന്നു, താലികെട്ട്, സുഹൃത്തുക്കൾ, ബന്ധുക്കളും, ഫോട്ടോഷൂട്ട്, അവരൊക്കെ ഫോട്ടോ എടുത്ത് കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ നിൽക്കണമല്ലോ. വിശപ്പിന്റെ വില ശരിക്കും അറിയുന്ന സമയമാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഫുഡും കഴിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളതെന്നുമായിരുന്നു എലീന സ്വാസികയോട് പറഞ്ഞത്.